ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൊല്ലവർഷം 1200 കർക്കിടക മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കുള്ള സൂര്യസംക്രമം മിഥുനം 32-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 5:32 മീനക്കൂറിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. സൂര്യൻ കർക്കിടകം രാശിയിൽ പുണർദം, പൂയം, ആയില്യം, ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു. കർക്കിടകം 1-ാം തീയതി ചന്ദ്രൻ രേവതി നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി കർക്കിടകം 31-ാം തീയതി കാർത്തിക നക്ഷത്രത്തിൽ എത്തുന്നു. മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം കർക്കിടകം 28-ാം തീയതി പുണർദം നക്ഷത്രത്തിലേക്ക് പകരുന്നു. ശനി മീനത്തിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ വക്രഗതിയിലും രാഹു കുംഭത്തിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങത്തിൽ ഉത്രം പൂരം നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. ചൊവ്വ ചിങ്ങം കന്നി രാശികളിലായി ഉത്രം അത്തം നക്ഷത്രങ്ങളിലും ശുക്രൻ ഇടവം മിഥുന രാശികളിലും ബുധൻ കർക്കിടകൻ രാശിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകളിൽ ജനിച്ചവരുടെ കൊല്ലവർഷം 1200 കർക്കിടക മാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ പരിശോധിക്കുന്നു. ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. കർമ്മമേഖലയിൽ ഉത്സാഹവും ഉണർവും ഉണ്ടാകും. കാര്യങ്ങളുടെ മർമ്മം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിയും. സഹജമായ കഴിവുകൾ തുണയ്ക്കുന്നതാണ്. കാലത്തിൻ്റെ സ്പന്ദനം തിരിച്ചറിയാനും കഴിയുന്നതാണ്. മാറ്റം ചിന്തകളിലും പ്രവൃത്തികളിലും ദൃശ്യമാകുന്നതാണ്. സ്ത്രീകളിൽ നിന്നും ക്രിയാത്മകമായ പിന്തുണ ലഭിക്കും. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ രാശിയുടെ അധിപനായ ചൊവ്വ 6-ാം ഭാവത്തിലേക്ക് മാറുന്നത് ഗുണകരമാണ്. തടസ്സങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. പിണങ്ങി നിന്നവർ ഇണക്കത്തിലാകും. സാങ്കേതികമായ അറിവുകൾ നേടുവാനുള്ള പരിശ്രമം തുടരുന്നതാണ്. ലഘുയാത്രകൾ കൂടുന്നതാണ്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ്. കുടുംബജീവിതത്തിൽ അലവരസങ്ങൾ അകലുകയും സമാധാനം അനുഭവപ്പെടുകയും ചെയ്യും. സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം. അപ്രതീക്ഷിതമായ ചെലവുകൾക്ക് സാധ്യത ഉള്ളതിനാൽ മിതവ്യയം ശീലമാക്കണം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ വ്യക്തമായ അവബോധം ഉണ്ടാകും. എന്നാൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. തന്മൂലം ചില ക്ലേശങ്ങളും മനപ്രയാസവും അനുഭവപ്പെടുന്നതാണ്. സാമ്പത്തികമായ സ്ഥിതി അത്ര മോശമാകില്ല. നിക്ഷേപം, ചിട്ടി, ഊഹക്കച്ചവടം, ലോട്ടറി ഇവയിൽ നിന്നും ആദായം ലഭിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങൾക്ക് മുതൽ മുടക്കുന്നതിന് അവസരം അനുകൂലമല്ല. ബന്ധുക്കളുടെ സഹായം സ്വീകരിക്കുന്നതാണ്. വാഹനത്തിനോ വീടിനോ അറ്റകുറ്റപ്പണി വേണ്ടിവരുന്നതാണ്. എതിർപ്പുകളെ അതിജീവിക്കും. സർഗപ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ പുരോഗമിക്കും. പഴയ കടബാധ്യതകൾ കൊടുത്തു തീർക്കാൻ കഴിയുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. 5-ാം ഭാവത്തിലെ പാപഗ്രഹം മനക്ലേശങ്ങളും സൃഷ്ടിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ പലതരം മാറ്റങ്ങൾ വന്നെത്തുന്ന കാലമാണ്. മുൻപ് പ്രവർത്തിച്ചതിൻ്റെ ഫലം അനുഭവിക്കാനാകും. ഭൗതികമായ നേട്ടങ്ങൾ ഒന്നൊന്നായി വന്നെത്തും. ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും ജോലി തേടുന്നവർക്കും ശ്രമം വിജയിക്കുന്നതാണ്. ഉന്നതരുടെ സഹകരണം ലഭിക്കും. സാമൂഹികമായ കാര്യങ്ങളിൽ
വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. സന്താനങ്ങളുടെ ഭാവി കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ഉണ്ടാകും. പൂർവിക സ്വത്തുക്കളിൽ നിന്നും ആദായം ലഭിക്കുന്നതാണ്. സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും സഹകരണം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ താല്പര്യമുണ്ടാകും. വാക്ചാതുര്യം അഭിനന്ദിക്കപ്പെടും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാവണം. ഇടവക്കൂറുകാർക്ക് സാമ്പത്തികമായി കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ 3-ലും ശനി 11-ലും വ്യാഴവും ശുക്രനും 2-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. അധികാരമുള്ള പദവികൾ ലഭിക്കും. ചെയ്യുന്ന ജോലിയിൽ വേതനം ഉയരുന്നതാണ്. സാങ്കേതിക രംഗത്തെ പരിശീലനം ഭംഗിയായി പൂർത്തിയാക്കും. ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ്. അന്യദേശത്തുള്ളവർക്ക് സ്വദേശത്തേക്ക് ജോലിമാറ്റം പ്രതീക്ഷിക്കാം. 2-ാം ഭാവത്തിലെ ശുക്ര വ്യാഴയോഗം തൊഴിലിൽ വളർച്ചയുണ്ടാക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്വൈര്യക്കേടുകൾക്ക് പരിഹാരമാകും. ഭോഗസുഖം ലഭിക്കും. പ്രണയികൾക്ക് സന്തോഷം സംജാതമാകും. ശത്രുക്കളുടെ കുത്സിത കർമ്മങ്ങളെ സമർത്ഥമായി നേരിടുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങും. കിടപ്പ് രോഗികളായ ബന്ധുക്കളെ സന്ദർശിച്ച് വേണ്ട സഹായം ചെയ്യും. ചിട്ടിയിലും ലോട്ടറിയിലും മറ്റ് ഭാഗ്യപരീക്ഷണങ്ങളിലും സമ്മാനിതരാകും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം കാണുന്നതാണ്. കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. വ്യാപാര വ്യവസായങ്ങളിൽ വിപണി ലക്ഷ്യമാക്കി ചില പദ്ധതികൾ ആവിഷ്കരിക്കും. വായ്പയ്ക്കുള്ള ശ്രമം വിജയിക്കും. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ്. പൊതുപ്രവർത്തന രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കും എങ്കിലും പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. കുടുംബകാര്യങ്ങളിൽ സന്തോഷം ഭവിക്കും. പുതിയ വാഹനം വാങ്ങിയേക്കും. സന്താനങ്ങൾക്ക് പരീക്ഷാ വിജയത്തിന് പാരിതോഷികം കൊടുക്കും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും. ആഡംബര ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. വസ്തു വിൽപ്പന നീണ്ടുപോകും. കരാർ ജോലികൾക്ക് തുടർച്ച ലഭിക്കും. ഇടവക്കൂറുകാർക്ക് ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം ഉണ്ടാകും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂലം പ്രതികൂലമായ അനുഭവങ്ങൾ ആയിരിക്കും ഉണ്ടാകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കുറച്ചൊക്കെ കരകയറുവാൻ കഴിയും. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് സംബന്ധിച്ച ആലോചനകൾ പുരോഗമിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവിന് സാധ്യതയുണ്ട്. പ്രണയികൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരും എങ്കിലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരുമൊത്ത് ഉല്ലാസയാത്രകൾക്ക് അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അല്പം ഉദാസീനത ഉണ്ടായേക്കാം. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് മികച്ച ചികിത്സ വേണ്ടിവരും. ജന്മരാശിയിൽ സംഭവിക്കുന്ന ഗുരു ശുക്രയോഗം ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തും. ജീവിതത്തിൽ പുതിയ പാഠങ്ങൾ പഠിക്കുവാൻ അവസരം ലഭിക്കും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. സ്വയം തൊഴിൽ മേഖലയിൽ നടത്തിയ പരിഷ്കാരങ്ങൾ ഫലം കാണുന്നതാണ്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവ് ഉണ്ടാകും. സാങ്കേതിക മേഖലയിലെ വിദഗ്ധർക്ക് സ്വതന്ത്ര ചുമതലകൾ ലഭിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ ശുഭവാർത്തകൾ കേൾക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ സാമാന്യമായ പുരോഗതി ഉണ്ടാകും. ഭോഗസുഖം ലഭിക്കും. സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്രയെ അവസരം സംജാതമാകും. കടബാധ്യതകൾക്ക് കുറേയൊക്കെ പരിഹാരമാകും. കിട്ടാനുള്ള ധനത്തിന് അവധി കേൾക്കേണ്ടി വരും. വയോജനങ്ങൾക്ക് പതിവ് ആരോഗ്യ പരിശോധനയിൽ അലംഭാവം ഉണ്ടാവരുത്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗികമായും അല്ലാതെയും യാത്രകൾ ഉണ്ടാകും.
കാര്യാലോചനകളിൽ നിലപാടുകൾ തുറന്നു പറയുന്നതാണ്. സഹപ്രവർത്തകരുമായി സംവാദത്തിലേർപ്പെടാൻ ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് കൂടുതൽ മുതൽ മുടക്കിന് അവസരം അനുകൂലമല്ല. ചൊവ്വ 3-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ മാസം 2-ാം പകുതിയിൽ അല്പം ആശ്വാസം ഉണ്ടാകുന്നതാണ്. സഹോദര ആനുകൂല്യം പ്രതീക്ഷിക്കാം. നല്ല കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ ചിലവുണ്ടാകും. വീടോ വാഹനമോ മോടി പിടിപ്പിക്കും. കിട്ടേണ്ട പണം കൈവശമെത്താൻ കാലതാമസമുണ്ടാകും. സംഘടനാപരമായി പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. വീട് വയ്ക്കുന്ന കാര്യത്തിൽ ആലോചന പുഷ്ടിപ്പെടും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതാണ്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉദയം ചെയ്യുന്നതാണ്. അഷ്ടമത്തിൽ രാഹു ആരോഗ്യ പ്രശ്നത്തിന് ഇടവരുത്തുമെന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൂമിയോ വീടോ വിൽക്കുന്നതിന് അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങും. കൃത്യമായ ആസൂത്രണത്തിലൂടെ കാര്യവിജയം സാധ്യമാകും. ആദിത്യൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അലച്ചിലും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. തൊഴിലിൽ സ്ഥാനചലനത്തിന് സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം അർഹതയില്ലാത്തവർക്ക് ലഭിക്കുന്നതിൽ മനക്ലേശം അനുഭവപ്പെടുന്നതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലവിളംബം ഉണ്ടാകും. കർമ്മരംഗത്ത് വെല്ലുവിളികൾ ഉണ്ടാകുന്നതാണ്. മനസാന്നിധ്യം തുണയാകും. സാമ്പത്തിക ഇടപാടുകളിൽ അച്ചടക്കം അനിവാര്യമാണ്. പല കാര്യങ്ങൾക്കും പ്രതീക്ഷിക്കാത്ത ചെലവുകൾ ഉണ്ടാകുന്നതാണ്. ഏതു കാര്യത്തിലും പുനരാലോചന ആവശ്യമായി വരുന്നതാണ്. ശരിയായ ആലോചനകളോടെ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയിക്കുന്നതാണ്. പ്രണയികളുടെ ദാമ്പത്യ സ്വപ്നങ്ങൾക്ക് സാഫല്യം ഉണ്ടാകും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. പതിവിലേറെ യാത്രകൾ ഉണ്ടാകും. ധനപരമായി അമിതമായ ചെലവുകൾക്കും സാധ്യതയുണ്ട്. കാര്യസാധ്യത്തിന് കൂടുതൽ പരിശ്രമം വേണ്ടിവരും. വിദേശത്തെ വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയ്ക്കായി പരിശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. കർക്കിടകം 10-ാം തീയതി ശുക്രൻ 11-ാം ഭാവത്തിലേക്ക് വന്നതോടെ 11-ാം ഭാവത്തിലെ ശുക്രവ്യാഴ യോഗം ധനപരമായി ഏറെ നേട്ടങ്ങൾ സൃഷ്ടിക്കും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കുന്നതാണ്. ഭൗതികമായ നേട്ടവും ആത്മവിശ്വാസവും വർദ്ധിക്കും. സ്വയം തൊഴിൽ മേഖലയിൽ ലാഭം ഇരട്ടിക്കും. പുതിയ സംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ യഥാസമയം ലഭിക്കുന്നതാണ്. ജന്മരാശിയിൽ നിന്നും ചൊവ്വ മാറുന്നതോടെ ആരോഗ്യം പുഷ്ടിപ്പെടും. പ്രണയങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങുന്നതാണ്. ജീവിതം പൊതുവെ പുരോഗതിയുടെ പാതയിലാണെന്ന ബോധ്യം സന്തോഷം പകരും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 12-ാം ഭാവത്തിലെ ആദിത്യനും ജന്മരാശിയിലെ പാപഗ്രഹങ്ങളും ആദ്യ 2 ആഴ്ച അല്പം ക്ലേശകരമായേക്കും. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനായേക്കില്ല. പ്രതീക്ഷിച്ച പിന്തുണ വേണ്ടപ്പെട്ടവരിൽ നിന്നും ലഭിക്കില്ല. ചൊവ്വ ജന്മരാശിയിൽ നിന്നും മാറുകയും ശുക്രൻ 11-ാം ഭാവത്തിലേക്ക് വരികയും ചെയ്യുന്നതോടെ കാര്യങ്ങൾ ഗുണകരമായി തുടങ്ങും. ധനപരമായ സമ്മർദ്ദങ്ങൾ അകലും. സ്നേഹബന്ധം ദൃഢമാകുന്നതാണ്. പാരിതോഷികങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ നിരന്തരമായി ലഭിച്ചു തുടങ്ങും. സ്ത്രീകളുടെ പിന്തുണ ലഭിക്കും. ഗുരുസ്ഥാനീയരുടെ പിൻബലം ആശ്വാസകരമാകും. വിമർശനങ്ങളെ അവഗണിച്ച് മുന്നോട്ട് നീങ്ങും. ഗാർഹിക ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നിറയും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ തടസ്സങ്ങളുണ്ടാകും. ലക്ഷ്യം നേടാൻ ആവർത്തിച്ച് പരിശ്രമിക്കേണ്ടി വരും. തൊഴിൽ മേഖലയിൽ സ്വസ്ഥത കുറയുന്നതാണ്. സഹപ്രവർത്തകരുടെ അമിത സ്വാതന്ത്ര്യം വിഷമങ്ങൾ സൃഷ്ടിച്ചേക്കും. ആരോഗ്യ പരിപാലനത്തിൽ ജാഗ്രത അനിവാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിലും അലോരസങ്ങൾ ഉയരാവുന്നതാണ്. വ്യവഹാരങ്ങളിൽ അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നതാകും ഉചിതം. മാസത്തിൻ്റെ 2-ാം പകുതിയോടെ ജീവിതം കൂടുതൽ ആശ്വാസകരവും സുഖപ്രദവും ആകും. സാമൂഹികമായ പദവികളിൽ ഉയർച്ചയുണ്ടാകും. തടസ്സപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കും. അധികാരികളുടെ അഭിനന്ദനത്തിന് പാത്രമാകും.
ധനാഗമം തൃപ്തികരമായിരിക്കും. ഉപാസനകളും ഈശ്വര സമർപ്പണവും തടസ്സമില്ലാതെ തുടരും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യനും ബുധനും 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് ഉചിതമായ അവസരങ്ങൾ വന്നുചേരും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി ലഭിക്കും. കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ശോഭിക്കാനാകും. ബന്ധുക്കളുടെ നിർലോഭമായ പിന്തുണ ലഭിക്കുന്നതാണ്. ധനാഗമത്തിലെ തടസ്സങ്ങൾ നീങ്ങും. കച്ചവടത്തിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കുന്നതാണ്. ചില ഭാഗ്യാനുഭവങ്ങൾ വന്നെത്തും. പുതിയ സംരംഭങ്ങൾക്ക് ആവശ്യമായ സർക്കാർ രേഖകൾക്ക് അധികം ക്ലേശിക്കേണ്ടി വരില്ല. ചൊവ്വ ജന്മരാശിയിലേക്ക് വരുന്നതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ശോഭവാസനകൾ നിയന്ത്രിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ഫലം സമ്മിശ്രമായിരിക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻപ് ലഭിക്കാതെ പോയ നേട്ടങ്ങൾ ഇപ്പോൾ സ്വന്തമാകും. കാര്യ ആലോചനകളിൽ പ്രായോഗികമായ സമീപനം സ്വീകരിക്കുന്നതാണ്. ഭൂമിയിൽ നിന്നും ആദായമുണ്ടാകും. സുഹൃത്തുക്കളുടെ അഭിപ്രായം മുഖവലിക്കെടുക്കുന്നതാണ്. വരവ് ചെലവുകളുടെ അനുപാതത്തിൽ ശ്രദ്ധ വേണം. പ്രണയികൾക്ക് ആഹ്ലാദിക്കാനാകും. വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധയുണ്ടാവണം. മാസത്തിൻ്റെ പകുതിയോടെ നക്ഷത്രാധിപനായ ചൊവ്വ രാശി മാറുന്നതോടെ ഗുണം സമ്മിശ്രമായിരിക്കും. സാഹിത്യവാസന പുഷ്ടിപ്പെടുന്നതാണ്. സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉടലെടുത്തേക്കാം. ചെറുകിട സംരംഭകർക്ക് വളർച്ചയുണ്ടാകും. സ്വയം തൊഴിൽ മേഖലയിൽ സന്തുഷ്ടി വന്നെത്തും. ഓൺലൈൻ ബിസിനസ് വിപുലമാക്കുവാൻ സാധ്യതയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തും. തുലാക്കൂറുകാർക്ക് ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. തൊഴിൽ തേടുന്നവർക്കും തൊഴിൽ മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും അവസരം അനുകൂലമാണ്. അർഹമായ സ്ഥാനമാനങ്ങൾ വന്നുചേരും. ഭാഗ്യസ്ഥാനത്ത് ഗുരു ശുക്രയോഗം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കും. ധനസ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും. ചിട്ടി, ലോട്ടറി, ഇൻഷുറൻസ് മേഖലകളിൽ നിന്ന് ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ്. സംരംഭങ്ങളുമായി മുന്നോട്ടു പോകുവാൻ കഴിയും. കുടുംബജീവിതത്തിൽ സമാധാനം വന്നെത്തും. മനസ്സിന് സന്തോഷം ഉണ്ടാകും. ബന്ധങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ്. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും. ശത്രുക്കൾ പിൻവാങ്ങും. പൊതുവെ അമിതമായ അധ്വാനം ഉണ്ടാവില്ല. ജീവിത പുരോഗതിയുടെ പാതയിലാണെന്ന് സ്വയം ബോധ്യമാകുന്നതാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യനിർവഹണം കൂടുതൽ സുഗമമാകും. കർമ്മരംഗത്തെ തടസ്സങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. സ്വയം തൊഴിൽ മേഖല ലാഭകരമാകും. സാങ്കേതിക രംഗത്തെ മികവിന് സ്വീകാര്യത ലഭിക്കും. വരുമാനത്തിലെ അസ്ഥിരത മാറുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ദിശാബോധം കൈവരും. ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും സന്തോഷം ഭവിക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും. സർക്കാർ അനുമതികൾ വേഗത്തിൽ ലഭിക്കും. അന്യനാട്ടിലുള്ളവർ ജന്മനാട്ടിൽ എത്താൻ കാത്തിരിക്കേണ്ടി വരും. ആസൂത്രണം ചെയ്തിരുന്ന വിനോദയാത്ര നീട്ടിവെക്കും. സംഘടനാ രംഗത്ത് ഭാരവാഹിത്വം തുടരേണ്ടി വരും. അവിവാഹിതർക്ക് വിവാഹ സാഫല്യത്തിന് സാഹചര്യം അനുകൂലമാണ്. ചില ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കുന്നതാണ്. പ്രണയികൾക്ക് ആഹ്ലാദ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഭൗതികമായ ചുറ്റുപാടുകൾ മെച്ചപ്പെടുന്നതാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കൂടുതൽ ഊർജവും സമയവും ചെലവഴിക്കേണ്ടി വരും. പ്രവർത്തന മേഖലയിൽ സ്വാതന്ത്ര്യം കുറയുകയും കലഹങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് വൈദ്യസഹായം വേണ്ടിവരും. സൗഹൃദം പുഷ്ടിപ്പെടുന്നതാണ്. അന്യനാട്ടിൽ തൊഴിൽ തേടുന്നതാണ്. തീർത്ഥയാത്രകൾ മാറ്റിവെക്കപ്പെടാവുന്നതാണ്. ധനപരമായി സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്.
പൊതുപ്രവർത്തനത്തിൽ സത്യസന്ധത പുലർത്തും. ജീവകാരുണ്യ പ്രവർത്തനത്തിന് സ്വന്തം പോക്കറ്റിലെ പണം ചെലവഴിക്കുന്നതാണ്. ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതിനുള്ള ശ്രമം ആരംഭിക്കും. പിതൃപുത്ര ബന്ധത്തിൽ രമ്യത കുറയുന്നതാണ്. പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകും. കുടുംബത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ലഭിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടാകും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ശ്രദ്ധ വേണം. എന്തിനും ഒരു പുനരാലോചന അനിവാര്യമാണ്. പൊതുപ്രവർത്തകർക്ക് ശത്രുക്കൾ വർദ്ധിക്കും. തൊഴിൽ തേടുന്നവർക്ക് സാങ്കേതിക പരിജ്ഞാനത്തെ മുൻനിർത്തി ജോലി ലഭിക്കും. തൊഴിൽ തേടി അന്യദേശ യാത്രയും വേണ്ടി വന്നേക്കും. വസ്ത്രങ്ങളും ആഭരണങ്ങളും വില കൂടിയ ഗൃഹോപകരണങ്ങളും വാങ്ങും. ബന്ധുജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. സ്വയം തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും. പ്രണയികൾക്ക് നല്ല കാലമാണ്. ആത്മീയ സാധനങ്ങളിൽ താൽപ്പര്യം കുറയുന്നതായിരിക്കും. സാമ്പത്തിക നില ശരാശരിയായിരിക്കും. ചെലവുകളിൽ നിയന്ത്രണം അനിവാര്യമാണ്. ചൊവ്വ 11ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഭൂമി ഇടപാടുകളിൽ നിന്നും ലാഭമോ കമ്മീഷനോ ലഭിക്കും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഔദ്യോഗിക മേഖലയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടും. വസ്തുക്കളുടെ ക്രയവിക്രയത്തിൽ തടസ്സം നേരിടാം. ബിസിനസ്സിൽ വിപണന തന്ത്രങ്ങൾ ഫലിക്കുന്നില്ലെന്ന് വന്നേക്കാം. പങ്കാളിത്ത ബിസിനസ് ലാഭകരമാകും. കുടുംബകാര്യങ്ങളിൽ സമാധാനം ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കുന്നതാണ്. പ്രണയികൾക്ക് എതിർപ്പുകൾ ഒഴിവാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം വന്നെത്തും. സാമ്പത്തിക കാര്യങ്ങളിൽ കരുതൽ അനിവാര്യമാണ്. സ്വകാര്യ മേഖലയിലെ ജോലിയിൽ കാര്യതടസ്സം അനുഭവപ്പെടും. മുന്നേറാൻ കുറുക്കുവഴികൾ തെളിയും എങ്കിലും സംശയം സന്നിഗ്ധാവസ്ഥയും ഉണ്ടാകും. ഹിതോപദേശങ്ങൾ എന്ന് കരുതുന്നവ കുഴപ്പത്തിൽ ചാടിക്കുന്നവയാകും. ദാമ്പത്യത്തിൽ സംതൃപ്തി പ്രതീക്ഷിക്കാം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കണ്ടകശനിയും അഷ്ടമത്തിലെ ആദ്യത്തിനും കാര്യങ്ങളിൽ തിടുക്കമുണ്ടാക്കുന്നത് ഗുണം ചെയ്യില്ല. ആലോചനയും പുനരാലോചനയും വേണ്ടിവരും. സുഹൃത്ബന്ധങ്ങൾ ദൃഢമാകുന്നതാണ്. അറിവ് പല മേഖലകളിലേക്കും വികസിപ്പിക്കാനാകും. വീട്ടമ്മമാർ ഹ്രസ്വകാല കോഴ്സുകൾക്ക് ചേർന്നേക്കും. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും. കടബാധ്യതകൾ പരിഹരിക്കാൻ ചില വഴികൾ തെളിയുന്നതാണ്. കലാകാരന്മാർക്ക് അംഗീകാരം ലഭിക്കും. ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകും. വിനോദയാത്രകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ അവസരം ലഭിക്കുന്നതാണ്. വിദേശത്തുള്ളവർക്ക് തൊഴിലിലെ ആശങ്കകൾ അവസാനിക്കും. ആത്മവിശ്വാസം അമിതമാവാതിരിക്കാൻ ശ്രദ്ധ വേണം. ആരോഗ്യ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും സമ്മിശ്രമായ ഫലമായിരിക്കും ലഭിക്കുന്നത്. ജയപരാജയങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. വ്യാപാര രംഗത്ത് കുറച്ചൊക്കെ മെച്ചം ലഭിക്കുന്നതാണ്. എന്നാൽ കൂടുതൽ മുതൽ മുടക്കിന് അവസരം അനുകൂലമല്ല. കമ്മീഷൻ ഏജൻസി ഇടപാടുകളിൽ നിന്നും തരക്കേടില്ലാത്ത ലാഭമുണ്ടാകും. കുടുംബ ബന്ധങ്ങളിൽ നിരാശ തോന്നും. ചിലപ്പോൾ സന്തോഷിക്കാനും കഴിയുന്നതാണ്. ആദർശം കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കും. പൊതുപ്രവർത്തനത്തിൽ കഷ്ടനഷ്ടങ്ങൾ വരാൻ ഇടയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധാലുവാകും. വായ്പയുടെ തിരിച്ചടവ് അല്പം വൈകിയാലും മുടക്കം വരില്ല. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശുഭതീരുമാനങ്ങൾ ഉണ്ടായേക്കും. ആരോഗ്യ പരിശോധനകളിൽ അലംഭാവം ഉണ്ടാവരുത്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബ വഴക്കുകൾ മധ്യസ്ഥർ മുഖേന പരിഹരിക്കാൻ ശ്രമം നടത്തും. ഭൂമിയോ വീടോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. വസ്തു വിൽപ്പനയിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ലോൺ തരപ്പെടും. ബിസിനസ് രംഗത്ത് അലച്ചിലുണ്ടാവും. യാത്രകളിൽ മടുപ്പ് അനുഭവപ്പെടുന്നതാണ്.
ഗ്രഹത്തിലെ വയോജനങ്ങളുടെ അനാരോഗ്യം മനക്ലേശമുണ്ടാക്കാം. സാധ്യമല്ല എന്ന് കരുതി ഉപേക്ഷിച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ നേടിയെടുക്കുവാൻ സാധിക്കും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ സാഹചര്യം ഒരുങ്ങും. ചിട്ടി, ലോട്ടറി, ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ സന്തോഷിക്കും. കർമ്മഗുണവും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ്. വേതന വർധനവോ സ്ഥാനക്കയറ്റമോ അധികാരമുള്ള അധിക ചുമതലകളോ ലഭിക്കാൻ ഇടയുണ്ട്. തൊഴിലിടത്തിലെ ശുഷ്കാന്തി മേലധികാരികളാൽ പ്രശംസിക്കപ്പെടും. സമൂഹ മധ്യത്തിൽ നിലയും വിലയും ഉയരും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭക്കൂറുകാർക്ക് ആദ്യത്തെ 6-ാം ഇടത്തിൽ സഞ്ചരിക്കുകയാൽ കർമ്മരംഗത്ത് ഉന്മേഷമുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലിക ജോലിയെങ്കിലും ലഭിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ സമാധാനം പുലരും. അധികാരികളുടെ അഭിനന്ദനങ്ങൾ നേടും. സാഹിത്യ പ്രവർത്തനത്തിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളുടെ ശ്രേയസ്സിൽ അഭിമാനിക്കും. മകരക്കൂറുകാരായ അവിട്ടനാളുകാർക്ക് ഇടയ്ക്കിടെ കാര്യതടസ്സം അനുഭവപ്പെടും. ആത്മവിശ്വാസം കുറയും. ബിസിനസ് രംഗത്ത് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കണം എന്നില്ല. അത്യാവശ്യ ചെലവുകൾ നടന്നു കിട്ടും. കുടുംബത്തിൻ്റെ പിന്തുണ കരുത്താകും. ഏജൻസി, കമ്മീഷൻ വ്യാപാരം ലാഭകരമാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഉണർവുണ്ടാകും. മനസ്സിൽ ഉന്മേഷം നിറയും. സ്വയം തിരുത്താനുള്ള മാനസികാവസ്ഥ ആർജിക്കുന്നതാണ്. ബിസിനസ് രംഗത്തെ ആസൂത്രണ മികവ് വിജയത്തിന് വഴിയൊരുക്കും. ഔദ്യോഗിക യാത്രകളിൽ നേട്ടമുണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ സ്ഥാനക്കയറ്റമോ വേതന വർധനവോ പ്രതീക്ഷിക്കാവുന്നതാണ്. പാരമ്പര്യ തൊഴിലുകളിൽ ഉയർച്ചയുണ്ടാകും. പുതിയ സംരംഭങ്ങൾക്ക് ആവശ്യമായ സർക്കാർ അനുമതികൾ ലഭിക്കുന്നതാണ്. 7-ാം ഭാവത്തിൽ നിന്നും ചൊവ്വ മാറുന്നത് ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തി ഉളവാക്കും. ചൊവ്വ അഷ്ടമത്തിലേക്ക് വന്നതിനാൽ വാഹനം, അഗ്നി, വൈദ്യുതി ഇവയുടെ ഉപയോഗത്തിൽ ശ്രദ്ധ വേണം. സന്താനങ്ങളുടെ കലാപഠനത്തിൽ പുരോഗതി ദൃശ്യമാകും. ശനിയും രാഹുവും അനിഷ്ടഭാവങ്ങളിൽ തുടരുന്നതിനാൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രത വേണം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, കുംഭക്കൂറിൽ ജനിച്ചവർക്ക് അധികാരമുള്ള പദവിയിൽ ശോഭിക്കാനാകും. വ്യാഴവും ശുക്രനും ശുഭഭാവത്തിലായതിനാൽ സന്താനങ്ങളെ സംബന്ധിച്ച മനപ്രയാസങ്ങൾക്ക് പരിഹാരമാകും. കഴിവ് തെളിയിക്കാൻ ധാരാളം അവസരങ്ങൾ വന്നെത്തുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിക്കും. ദൂരദിക്കുകളിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ്. തുടങ്ങിവെച്ച കാര്യങ്ങളിൽ തടസ്സം കൂടാതെ പൂർത്തിയാക്കുവാൻ ആകും. ധനപരമായി അത്ര മോശം സമയമല്ല. എന്നാൽ കൂട്ടുകെട്ടുകളിൽ കരുതലുണ്ടാവണം. രാഹുവിൻ്റെയും ശനിയുടെയും സ്വാധീനം ദുഷ്പ്രവണതകൾക്ക് കാരണമാകും. അന്യ ദിക്കുകളിൽ ഉള്ളവരുടെ സഹായം ലഭിച്ചേക്കും. ദാമ്പത്യ ജീവിതത്തിൽ കാലുഷ്യം കലരാൻ ഇടയുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാകണമെന്നില്ല. ആദിത്യൻ്റെ 5-ലെ സഞ്ചാരത്താൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചാലും ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും. പാരമ്പര്യ മഹിമകൾ ചിലപ്പോൾ വിലപ്പോയില്ലെന്ന് വരും. കാര്യനിർവഹണം മെല്ലെയാവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ പ്രാവർത്തികമാക്കുക എളുപ്പമായേക്കില്ല. ഗ്രഹത്തിൽ സമാധാനം പുലരുന്നതാണ്. വീട്ടിൽ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ നടക്കും. രഹസ്യ നിക്ഷേപങ്ങളിലൂടെ ധനസ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും. മാസം 2-ാം പകുതിയിൽ ചൊവ്വ 7-ൽ സഞ്ചരിക്കുകയാൽ ദാമ്പത്യ ജീവിതത്തിൽ സ്വൈര്യം കുറയുന്നതായി തോന്നും. അനുരഞ്ജനം ആവശ്യമായി വന്നേക്കാം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സന്ദർഭമാണ്. എതിർപ്പുകളും വിമർശനങ്ങളും ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം. സ്വയം തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം ഉണ്ടാകും. കഴിവുകളും സഹജമായ വാസനകളും പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കില്ല. ചെറു സംരംഭങ്ങൾ ലാഭകരമാകും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും. പുതിയ വീടോ വാഹനമോ വാങ്ങും.
വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കലാപരമായ താൽപ്പര്യങ്ങൾ വികസിപ്പിക്കുവാൻ വഴിതെളിയും. ശനി ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആലസ്യം ഉണ്ടാകും. 12-ലെ രാഹു പല കാരണങ്ങളാൽ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കും. വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായം രേഖപ്പെടുത്തുക.